ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എണീറ്റപ്പോൾ വിചാരിച്ചു ഇന്ന് പിന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ജനലെല്ലാം തുറന്നിടലാണ് കേട്ടോ. ജനൽ തുറന്നിടുമ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. ഇതിന് താഴെയുള്ളതെല്ലാം പച്ചക്കറിയാണ് കേട്ടോ. ഈ നേരെ താഴെ കാണുന്നത് ചെറുനാരങ്ങ ചെടിയാണ്. പിന്നെ നെല്ലിക്കയുണ്ട്, ഞാവലുണ്ട്, പിന്നെ പച്ചക്കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് കോവയ്ക്കുണ്ട്, വഴുതിനങ്ങയുണ്ട്, പയറുണ്ട്. അങ്ങനെ ചെറിയൊരു പച്ചക്കറി തോട്ടം. എൻ്റെ റൂം മുകളിലാണ്. അപ്പം നമുക്കിനി താഴേക്കോ. നേരെ പോകുമ്പോൾ തന്നെ ഒരു ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. താഴെ ഹാളിൽ അച്ഛനും അമ്മയും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന. മഴയിലായതുകൊണ്ട് തന്നെ തുണിയെല്ലാം ഉണങ്ങാൻ അറിയിട്ടതാണ് കേട്ടോ സൈഡിൽ കാണുന്നത്. താഴെ വന്നാൽ ഞാൻ ആദ്യം പോകുന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാനെന്ന് നോക്കാൻ. അപ്പോൾ ഇന്ന് കഴിക്കാൻ വെള്ളയപ്പവും ഉള്ളിക്കറിയാണ് കേട്ടോ. ഞാൻ മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാവരും കഴിച്ചു. പിന്നെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് ഉള്ളിക്കറിയാണ് ഇഷ്ടം. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പഴുത്ത ചക്കയുണ്ട് നിറച്ച് വിളിച്ചു. എന്നാൽ പിന്നെ അമ്മക്കിനി പഴുത്ത ചക്ക കഴിക്കാം. വരിക്ക ചക്കയാണിത്. വരിക്ക ചക്കേനെക്കാട്ടിയും എനിക്കിഷ്ടം പഴം ചക്കയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ചക്കയ്ക്ക്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി വന്നു. പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഫോൺ പിടിച്ച് വീഡിയോ എടുത്താൽ മാത്രം പോരല്ലോ. അമ്മ ഒറ്റയ്ക്ക് ചക്കയുടെ ചുളയെല്ലാം കളയുന്ന കണ്ടിട്ട് എന്നാൽ പിന്നെ കുറച്ച് നേരം ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചു. ചക്ക ചുളയെല്ലാം എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും ഏകദേശം സമയം വെച്ചായി. അപ്പം നമുക്കിനി ഭക്ഷണം കഴിക്കാം. ചക്കയും ചെമ്മീൻ കറിയായിരുന്നു കേട്ടോ സ്പെഷ്യല്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നമ്മൾ നേരത്തെ കാണിച്ച ചെറുനാരങ്ങ ചെടിയിലുണ്ടായ ചെറുനാരങ്ങയാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ്. വൈകുന്നേരം കുളിച്ചെല്ലാം വന്നപ്പോഴത്തേക്കും അമ്മ നേരത്തെ നമ്മളെടുത്ത് വെച്ച് ചക്കച്ചുള കൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്നു. ഇതിൻ്റെ റെസിപ്പി വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളക്കടല കൊണ്ട് നമ്മൾ അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അനിയൻ സ്കൂൾ വിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ തുടങ്ങി. ഇന്ന് അച്ഛൻ്റെ അനിയൻ്റെ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷന്. അപ്പം അവൾക്കായിട്ട് ഒരു കുഞ്ഞുടുപ്പും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ കൂടെ അനിയത്തിയും അനിയനും ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും നേരത്തെ പോയി, നമ്മൾ ഇച്ചിരി ലേറ്റാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 3 മിനിറ്റോളം നടക്കാനുണ്ട്. വീഡിയോ എടുത്തിട്ടുള്ള അവിടെ എത്തുമ്പോഴത്തേക്ക് മിക്കവാറും ഏകദേശം പാതിരാത്രിയാവും. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേക്കാരി മാത്രമല്ല, ബർത്ത്ഡേക്കാരി കേക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേകൾ. എല്ലാവരെയും കണ്ടിട്ട് ഒക്കെ ചെറിയൊരു ചമ്മലുണ്ട്. അപ്പം എല്ലാവരും ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെ കൊടുക്കാം. ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവരുടെ റിയാക്ഷൻ നോക്കി, എന്ത് സന്തോഷമാണ്. അപ്പം പുതിയ ബർത്ത്ഡേ ഡ്രസ്സിൽ ഇട്ടിട്ട് പുള്ളിക്കാർ റെഡിയാവാൻ തുടങ്ങി. അപ്പം ഹൻസിക എന്നാണ് ബർത്ത്ഡേകളുടെ പേര്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഹൻസിക എന്ന് എഴുതിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. ബർത്ത്ഡേ ഗേളിനെ നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ഹൻസു എന്നാണ് കേട്ടോ. അപ്പോൾ ഹൻസ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായി ചോദിക്കുന്നത് മുറിക്കട്ടെ. അപ്പോൾ ചെറിയ പിള്ളേരെല്ലാം അങ്ങനെ തന്നെയല്ലേ, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ക്യാൻഡിലൊക്കെ കത്തിച്ച് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
സെലിബ്രേഷനെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. എന്നാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇത് വെള്ളക്കടയിലയിൽ ഉള്ളിയും തക്കാളിയും പിന്നെ സോസെല്ലാം ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഞാൻ ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ബർത്ത്ഡേ സെലിബ്രേഷനിലും കൊണ്ട് ഇന്നത്തേത് എൻ്റെ ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.